ദൈവം ഒമിനി പൊട്ടന്റാണ്, ഒമിനി സയൻസ് ആണ്, ഒമിനി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വാചാലമായി പറയുമെങ്കിൽ പോലും ദൈവത്തിന് എന്തെങ്കിലും നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം രോഗം മുറിവുണ്ടാക്കിയിട്ട് മരുന്ന് തീർക്കുന്ന ആളാണ് ദൈവം. രണ്ട്, ദൈവത്തിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണം. പുള്ളി എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ഒമിനി പൊട്ടന്റ് ആണ്, ഒമിനി പ്രസന്റ് ആണെന്നൊക്കെ പറയുന്നെങ്കിലും പുള്ളി എപ്പോഴും എനിക്ക് തരണേ, എന്റെ കർത്താവേ എനിക്ക് തരണേ സ്തുതി കേൾക്കുന്ന ഒരു വെങ്ങാനാണ് ദൈവം. കാരണം എന്താണ്? തന്നെ സ്തുതിക്കുന്നവരെ മാത്രമേ ദൈവം സ്വീകരിക്കത്തുള്ളൂ. അല്ലാത്തവരെ ആരും പുള്ളി ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്തു കൊടുക്കാറില്ല എങ്കിൽ പോലും. മാത്രമല്ല, നമ്മളെ ഭയപ്പെടുത്തുന്നത് ദൈവവിശ്വാസമല്ല, നരകവിശ്വാസമാണ്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നത്, അതിന്റെ ധാർമ്മികത ഉണ്ടെന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സ്വയം തോന്നിയൊന്നല്ല. നിങ്ങളോട് പറയുന്നു, നീ വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തെക്കുറിച്ച് ഖുറാനും ബൈബിളും ഒക്കെ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ പ്രസംഗർ വർണ്ണിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പ് കഴിയുമ്പോൾ വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട്. ഇപ്പം പല പരിപാടികളിലും പല പാസ്റ്റർമാരും നരകത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നൊരു രസം, എന്തൊരു സാഹസമായിക്കോട്ടെ. ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് വീഡിയോ എടുത്തിട്ട് നരകത്തിൽ ഇങ്ങനെ പൊരിക്കുന്നത്, ഇങ്ങനെ വറക്കുന്നു, ഇങ്ങനെ ഒലത്തുന്നു, അങ്ങനെ 7 തലമുടി 7 ആയി കീറിയ പാലത്തിലൂടെ നടത്തുന്നു. ആര് കണ്ട്? എന്ന് കണ്ടു? എവിടുന്ന് കണ്ടു? എന്ത് എവിഡൻസ്? പക്ഷേ നൂറ്റാണ്ടുകളായി എല്ലാ മതങ്ങളും ഈ നരക ഭയം വെച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുന്നു. ആ ഭയപ്പെടുത്തലിൽ മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതല്ല. നിങ്ങൾക്ക് ദൈവം ഏതെങ്കിലും ഒരു നന്മ തന്നിട്ടില്ല. കാരണം ദാരിദ്ര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല, തൊഴിലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ആ രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇതിന് പരിഹാരങ്ങൾ നേടുന്ന സമയങ്ങളിലെല്ലാം തന്നെ മതം വളരെ കൃത്യമായും ആ പരിഹാരങ്ങൾക്ക് എതിർക്കുന്നുണ്ട്. കാരണം എയ്ഡ്സിനെതിരെ മരുന്ന് കണ്ടുപിടിച്ചപ്പോൾ, എയ്ഡ്സിനെതിരെ കോണ്ടം കൊണ്ടുവന്നപ്പോൾ ഒക്കെ തന്നെ സഭ അതിനെ 100% എതിർത്തു. അതുപോലെ തന്നെ നമ്മൾ ഒട്ടേറെ രോഗങ്ങൾ വാക്സിനേഷൻ കണ്ടുപിടിച്ചപ്പോൾ എല്ലാ മതങ്ങളും എതിർക്കുകയാണ് ചെയ്തത്, മനുഷ്യ രക്ഷിക്കാൻ. കാരണം ദൈവം അങ്ങനെയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ചെയ്തത്. മാത്രമല്ല എന്ന് പറയുന്നത് എന്താണ്? ആകാശത്തൊരു സ്പൈ ക്യാമറ ഉണ്ട്, ആകാശത്തൊരു CCTV ആയിട്ട് ദൈവം ഇങ്ങനെ ഇരിക്കുക, നമ്മളെല്ലാം ചെയ്യുന്നത് കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ സ്തുതിക്കാത്തവരെല്ലാം പിടിച്ച് ശിക്ഷിക്കും. എന്ത് ധാർമ്മികതയത്? അതിനകത്ത് ധാർമ്മികത എന്നാണ് പറയുന്നത്, ഭീഷണി എന്നാണ് പറയുന്നത്. അതോ എന്ത് തരത്തിലുള്ള ഒരു ബോധമാണ് നമ്മളിലേക്ക് ഈ മതം നൽകുന്നത്? ഒരിക്കലും മനുഷ്യത്വപരമായ ഒരു ബോധമല്ല, ധാർമ്മികമായ എത്തിക്കലായിട്ട് മൊറലായിട്ടുള്ള ഒരു ബോധമല്ല നൽകുന്നത്. സ്നേഹത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. സ്നേഹത്തെക്കുറിച്ച് പറയും, പക്ഷെ കാണിക്കുന്ന അങ്ങനെയല്ല. ലൈംഗികത പാപമാണെന്ന് പറയും, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും, തെറ്റ് ചെയ്തതിന് ശേഷം പറയും നമുക്കതിന് പരിഹാരം ഉണ്ടാകാമെന്ന് പറയും. മറിച്ച് നാസ്തികർ പറയുന്നതല്ല. നാസ്തികരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് തെറ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ്. തെറ്റ് എന്ന് പറയുന്നതിന് ആപേക്ഷികമാണെങ്കിൽ പോലും തെറ്റുകളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? മനുഷ്യവിരുദ്ധമായിട്ടുള്ള, നിന്നെപ്പോലെ നിന്റെ വികാരങ്ങളും വിചാരങ്ങളും എല്ലാവർക്കും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ദ്വേഷപരമായിട്ടുള്ള ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും ശക്തമായ മിഡിൽ ഈസ്റ്റില് നിങ്ങൾ അറിയണം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അസമാധാനമുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ, മതങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ അസമാധാനത്തിന് യുദ്ധത്തിലുമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ജീവിക്കുന്നത് മതമില്ലാത്ത സ്കാൻഡിനേവിയൻ യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. മതമില്ലാത്ത കാരണം 60%-70% നാസ്തികരായിട്ടുള്ള രാജ്യങ്ങളാണെന്ന് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് ചാരിറ്റി. മതങ്ങളിപ്പോൾ അവസാനം പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ചാരിറ്റി എന്ന് പറയുന്നത്, സേവനം. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. എന്തിനാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്? എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ, എല്ലാ ഒമിനി പ്രസന്റ് ആയിട്ടുള്ള, ഒമിനി പൊട്ടന്റ് ആയിട്ടുള്ള, ഒമിനി സയൻസ് ആയ ദൈവത്തിന് എന്തിനാ ദൈവത്തിന് പേര് നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നത്? മാനുഷിക ബോധത്തിൽ നിന്നാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? 2 നിരീശ്വരവാദികളാണ്. അതുപോലെ മതത്തിലെ നന്മകളെ സ്വീകരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് മതത്തിൽ ഏതാണ് നന്മയുള്ളത്, ചീഞ്ഞ മുട്ടയുടെ ഏത് വശമാണ് നല്ലത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് മതത്തിലെ നന്മയെക്കുറിച്ച് പ്രസംഗിക്കാന്ന് പറയുന്നത്. അതുപോലെ രക്ഷകനിൽ വിശ്വസിക്കാന്ന് പറയുമ്പോൾ ഏത് രക്ഷകനിൽ വിശ്വസിക്കണം എന്നുള്ള പ്രശ്നങ്ങൾ നമ്മളെ മുന്നിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ലോകത്തിലെ എല്ലാ മതങ്ങളും ഏതെങ്കിലും ഭരണകൂടത്തിന്റെ ഉപാധിയായി നിന്നുകൊണ്ട് ഭരണകൂടത്തിന്റെ അക്രമങ്ങൾക്ക് കുടപിടിച്ചുകൊണ്ടാണ് എല്ലാ മതങ്ങളും വന്നത്. ഇന്ത്യയിൽ ലോകത്തെമ്പാടും ക്രിസ്തുമതം ചെന്നത് കൊളോണിയൽ മതമായിട്ടാണ്. ഭരണകൂടത്തിന്റെ ബ്രിട്ടീഷുകാരന്റെ മതമായിട്ടാണ് ഇന്ത്യയിൽ വന്നതും. അവരുടെ അടിച്ചമർത്തലുകൾക്ക് അക്രമങ്ങൾക്കും കൂട്ടുപിടിക്കുക എന്നതായിരുന്നു മതത്തിന്റെ ചരിത്രപരമായിട്ടുള്ള കടമ എന്ന് പറയുന്നത്. അധികാരത്തിലൂടെ, മിഷണറി പ്രവർത്തനത്തിലൂടെ ഒക്കെ തന്നെ വളരെ കൃത്യമായും ഈ പറയുന്ന അടിമത്തത്തെ ന്യായീകരിച്ചുകൊണ്ട് ഭരണകൂട ദാസന്മാരായി ഒരു ജനതയെ പരിവർത്തിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അത്തരമൊരു കാഴ്ചപ്പാടെന്നുകൊണ്ടാണ് ചെയ്തത് എന്നും, മറിച്ച് മനുഷ്യന്റെ പരമമായ സ്വാതന്ത്ര്യത്തിലാണ്, അവന്റെ സ്വാതന്ത്ര്യം, അവന്റെ വ്യക്തിത്വം, അവന്റെ അന്തസ് ഒക്കെ കാത്തു സൂക്ഷിക്കുക എന്നതായിരുന്നു നാസ്തികർ എക്കാലവും ചെയ്തിട്ടുള്ളത്. നാസ്തികരുടെ കാഴ്ചപ്പാടുകൾ തന്നെയാണ്
നാസ്തികരെ സംബന്ധിച്ച് നമ്മളെ മതവിശ്വാസികൾ ആരും അവർ ശത്രുക്കളൊന്നുമല്ല. മതവിശ്വാസികളെയല്ല നമ്മൾ ശത്രുക്കളെ പ്രഖ്യാപനം, മതത്തെയാണ് ശത്രുവായി കാണുന്നത് എന്നതുകൊണ്ട് വിത്ത് മാലീസ് ടുവേഴ്സ് നൺ എന്നതാണ് നമ്മുടെ പ്രഖ്യാപനം. അതായത് ആരോടും പ്രത്യേകമായ വിരോധമോ വിദ്വേഷമോ ഇല്ലാതെ. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മരത്തെ അറിയുന്നതിന്റെ ഫലത്തിലൂടെയാണ്. പഞ്ചസാര എന്ന് എഴുതി നക്കിയാൽ മധുരം ഉണ്ടാകില്ല, പഞ്ചസാര തന്നെ നക്കിയാലേ മധുരം ഉണ്ടാവുകയുള്ളൂ. മതം പഞ്ചസാര എന്ന് എഴുതി കാണിക്കുന്നതല്ലാതെ ആ എഴുതി കാണിക്കുന്നതിന് ഒരു ചരിത്രത്തിൽ ഇന്നുവരെയും ഒരു മതത്തിനും അങ്ങനെ ഒരു സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ ഒരു കാര്യമാണ്. മറിച്ച് നാസ്തിക ബോധവും മാനുഷിക ബോധവും മാനവികത. നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്പില് ഈ പറയുന്ന മതഭീകരതയ്ക്കെതിരായി നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവരികയും ആ നവോത്ഥാനം എന്ന് പറയുന്നത് ഹ്യൂമനിസം ആയിരുന്നു. ആ ഹ്യൂമനിസത്തിന്റെ സ്ഥാപനത്തിലൂടെയാണ് ജനാധിപത്യം വന്നതും സെക്യുലാറിസം വന്നതും മാനവികത പുലർന്നതും. ആ മാനവികതയായിരുന്നു ലോകത്തിന്റെ വെളിച്ചമായി പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി.